മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അത് PSC നിയമനവുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത നൽകിയിരുന്നു. ഉറുദു അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ആൾക്ക് പോലും PSC നിയമനം നൽകിയിട്ടില്ല. അതിനെ തുടർന്നപ്പോൾ മറ്റൊരു പരാതി വരുന്നത് സംസ്ഥാനത്ത് ഹൈസ്കൂൾ ഇംഗ്ലീഷ് അധ്യാപക നിയമനം കൃത്യമായി നടക്കുന്നില്ല എന്നാണ് പരാതി ഉയരുന്നത്. PSC റാങ്ക് പട്ടികയുടെ കാലാവധി തീരാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പല ജില്ലകളിലും വിരലിൽ എണ്ണാവുന്നവരെ മാത്രമാണ് നിയമിച്ചത്. റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിൽ താൽക്കാലിക നിയമനം മാത്രം നടക്കുന്നുവെന്നാണ് ആക്ഷേപം. ലാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ലിസ്റ്റിന്റെ കാലാവധി തീരും. പക്ഷേ അധ്യാപക നിയമനം നടക്കുന്നില്ലെന്നാണ് ആക്ഷേപം. എറണാകുളം ജില്ലയിൽ 56 പേരുടെ റാങ്ക് പട്ടികയിൽ നിന്ന് ഒരാൾക്ക് പോലും നിയമനം ലഭിച്ചില്ല. എന്നാൽ 60 പേരുടെ താൽക്കാലിക തസ്തികകളാണ് സൃഷ്ടിച്ചത്. മലപ്പുറത്ത് 32 ഒഴിവുകളിലാണ് താൽക്കാലിക അധ്യാപകരെ നിയമിച്ചത്. നമുക്ക് കിട്ടാനുള്ള ഒരു 32 വേക്കൻസികളിൽ ഇപ്പോൾ താൽക്കാലിക അധ്യാപകരെ വെച്ചിട്ടാണ് ഇപ്പോൾ നിയമനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്ന സമയത്ത് ഒരിക്കലും ഗസ്റ്റ് ടീച്ചേഴ്സിനെ വെച്ച് വർക്ക് ചെയ്യിക്കാൻ പാടില്ല എന്നാണുള്ളത്. അപ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളെ മാക്സിമം പരിഗണിച്ച് എല്ലാവർക്കും ജോലി കിട്ടുന്ന രീതിയിൽ സർക്കാർ ഒരു അനുകൂല നിലപാടെടുക്കും തന്നെയാണ് ഇപ്പോൾ നമ്മൾ വിശ്വസിച്ചിരിക്കുകയാണ്. ഇംഗ്ലീഷ് ഭാഷാധ്യാപകരെ നിയമിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും സൃഷ്ടിക്കുന്ന തസ്തികകളിലെല്ലാം താൽക്കാലിക അധ്യാപകരെ നിയമിക്കുകയാണെന്നാണ് പരാതി. ലാംഗ്വേജ് ആയിട്ട് ഉണ്ടാക്കുന്ന തസ്തികകളിൽ ഒരിക്കലും ഗസ്റ്റ് ടീച്ചേഴ്സിനെ നിയമിക്കരുത്. ഞങ്ങളെ ലിസ്റ്റിലുള്ള ആളുകൾ തന്നെ നിയമിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിയമിക്കണം, ഉപയോഗപ്പെടുന്നു. ഒരിക്കലും ഗസ്റ്റ് ടീച്ചേഴ്സിനെ നിയമിക്കരുത്. കാരണം റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടാകുമ്പോൾ പിന്നെ ഗസ്റ്റ് ടീച്ചേഴ്സ് നിയമിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പം അത് ശരിക്കും KR റൂൾസിനൊക്കെ എതിരാണ്. അപ്പൊ ഞങ്ങളെ ലിസ്റ്റിൽ നിന്ന് തന്നെ നിയമിക്കണം എന്നാണ് പറയാനുള്ളത്. ലിസ്റ്റിന്റെ കാലാവധി തീരാനായതോടെ ആശങ്കയിലാണ് ഉദ്യോഗാർത്ഥികൾ. പലർക്കും ഇനി അവസരം ലഭിക്കണമെന്നില്ല. വളരെ കുറച്ച് സമയം കൂടി ഉള്ളൂ ഇനി റാങ്ക് ലിസ്റ്റ് ഉള്ളത്. അപ്പൊ ആ കുറച്ച് സമയത്തിന് മാക്സിമം ആളുകൾക്ക് ജോലി കിട്ടണമെന്നാണ് ഞങ്ങളൊരു ആഗ്രഹം. കാരണം വെച്ചാൽ കുറെ പേര് ഏജ് ഓവർ ആവാനായിട്ടുള്ള കുറെ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ വേറൊരു ചാൻസ് ഇനി ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഒരുപാട് പേര് ഞങ്ങൾ മിനിസ്റ്റേഴ്സിനെയും എഡ്യൂക്കേഷൻ മിനിസ്റ്ററും അതേപോലെ തന്നെ DGയിലൊക്കെ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. മിനിസ്റ്റേഴ്സിനെയൊക്കെ നേരിട്ട് പോയി കണ്ടിട്ടുമുണ്ട്. പക്ഷെ ഇതുവരെ വേണ്ട ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമീപനം ഞങ്ങളോട് ഉണ്ടായിട്ടില്ല. റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ സ്ഥിരം നിയമനം നടത്താതെ താൽക്കാലിക നിയമനം നടത്തുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഉദ്യോഗാർത്ഥികളുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തും. മീഡിയ 1 മലപ്പുറം. അപ്പോൾ ഇംഗ്ലീഷ് അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് തത്സമയം അറിയാം. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, ഇംഗ്ലീഷ് PSC അധ്യാപക നിയമനം അതിന്നും പരാതികൾക്കിടയാക്കുന്നതാണ്. ഇത് ഇപ്പോഴിതാ നിരവധി ഒഴിവുകളുണ്ട്, ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. എന്നിട്ട് പോലും അതിൽ നിന്ന് നിയമനം നടത്താതെ താൽക്കാലികക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു സമ്പ്രദായമാണെന്നാണ് ഇവർ പരാതിപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നിയമനം നടത്തുന്നില്ല എന്നുള്ളതിന് സർക്കാർ തന്നെ മറുപടി പറയേണ്ടി വരും. എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ജിൽസി, 2023 റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാനിരിക്കുകയാണ് ഇപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾ ഇത്തരത്തിൽ പ്രതിഷേധവുമായി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇംഗ്ലീഷ് നേരത്തെ സബ്ജക്റ്റ് ആയിട്ടായിരുന്നു സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളുകളിലുള്ള മറ്റു വിഷയങ്ങൾ എടുക്കുന്ന അധ്യാപകരായിരുന്നു സാധാരണഗതിയിൽ ഈ സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഇംഗ്ലീഷിനായിട്ടുള്ള അധ്യാപകർ നേരത്തെ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഘട്ടത്തിലായിരുന്നു 2018 ചില രക്ഷിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. തുടർന്ന് ഹൈക്കോടതി ഇതിലൊരു നിർദ്ദേശം വെച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഇതൊരു ഭാഷയായി ഇപ്പോൾ മലയാളം, ഹിന്ദി പോലുള്ള ഭാഷയായി പരിഗണിച്ചുകൊണ്ട് തന്നെ അതിന് പ്രത്യേകമായ അധ്യാപകർ, അതായത് ബിരുദവും BEdും ഉള്ള യോഗ്യരായ അധ്യാപകരെ നിയമിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ PSC പരീക്ഷ നടത്തുകയും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ 2021 ഈ ഉത്തരവ് വരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ പരീക്ഷകൾ നടത്തി അല്ലെങ്കിൽ നിയമനം നടത്തണം എന്നുള്ള ഉത്തരവ് വന്ന് അതിന്റെ പേരിൽ ഇത്തരത്തിൽ PSC പരീക്ഷ നടത്തി മുന്നോട്ട് പോകുമ്പോഴും പക്ഷേ ഈ ഒഴിവുകൾ ഉണ്ടായിട്ടും അവിടെയെല്ലാം തന്നെ താൽക്കാലികക്കാരെ തിരികെ കയറ്റുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ജില്ലകളിൽ ഉടനീളം ഒരുപാട് ഒഴിവുകൾ, മെയിൻ ലിസ്റ്റിൽ തന്നെ നിരവധി ആളുകൾ ജോലിക്കായി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിലും ഇപ്പോൾ സ്കൂളുകളിലെല്ലാം തന്നെ സംസ്ഥാനത്തുടനീളം വിവിധ ഇടങ്ങളിലെല്ലാം തന്നെ ഏറ്റവും കൂടുതലായി താൽക്കാലികക്കാരെ നിയമിക്കുന്നു. പുറത്ത് ഇത്രയും ആളുകൾ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ താൽക്കാലികക്കാരെ നിയമിക്കുന്നു എന്നുള്ളതാണ്. ജില്ലയുടെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കോട്ടയം ജില്ലയിൽ 46 ഒഴിവുകളുണ്ട്. റാങ്ക് പട്ടികയിൽ 49 പേരുണ്ട്. ഒരാൾ മാത്രമാണ് അവിടെ പട്ടികയിൽ
പേരെയായിരുന്നു നിയമിച്ചത്. ഇടുക്കിയിൽ 56 ഒഴിവുകളുണ്ട്, 61 പേർ റാങ്ക് പട്ടികയിലുണ്ട്, 2 പേരെയാണ് നിയമിച്ചത്. പത്തനംതിട്ടയിൽ 15 ഒഴിവുകളുണ്ട്, 41 പേർ പട്ടികയിലുണ്ട്, 3 പേരെ മാത്രമാണ് നിയമിച്ചത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എറണാകുളം ജില്ലയാണ്. എറണാകുളത്ത് മെയിൻ ലിസ്റ്റിൽ 10 പേരുണ്ട്, സപ്ലിമെന്റിൽ 39 പേരുണ്ട്. പക്ഷേ ഒരാളെ പോലും അവിടെ നിയമിച്ചില്ല എന്ന് മാത്രമല്ല 60 പേരെ താൽക്കാലിക നിയമനം അവിടെ നടത്തി എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഒഴിവുള്ള മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് 301 ഒഴിവുള്ള അവിടെയും സമാനമായ രീതിയിൽ ഈ റാങ്ക് ലിസ്റ്റിൽ പഠിച്ചു വന്ന് റാങ്ക് ലിസ്റ്റിലുള്ളവരെ നിയമിക്കുന്നില്ല, പകരം താൽക്കാലികക്കാരെ നിയമിക്കുന്നു എന്നുള്ളതാണ്. ഇവരെ പഠിച്ചു വന്ന ഒരുപാട് വർഷത്തെ കഠിനാധ്വാനത്തിലൂടെയാണ് ഈ റാങ്ക് ലിസ്റ്റിൽ വരുന്നത്. ഈ 1ാം റാങ്കുകാർക്ക് പോലും ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ പ്രതീക്ഷ അസ്തമിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ ജോലി എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. ഒരുപക്ഷെ ഇത് അവസാന അവസരമുള്ളവരുണ്ടാകാം, പിന്നീട് അവർക്ക് അവസരമില്ലാത്തവരുണ്ടാകാം. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നവരെങ്കിലും കൃത്യമായി പരിഗണിക്കണം എന്നുള്ളതാണ്. ഇപ്പം സംസ്ഥാന തലത്തിൽ നോക്കുമ്പോൾ മെയിൻ ലിസ്റ്റിൽ 562 പേർ മെയിൻ ലിസ്റ്റിലുണ്ട്, 854 പേർ സപ്ലിമെന്ററി ലിസ്റ്റിലുണ്ട്, അങ്ങനെ 1416 പേർ ലിസ്റ്റിലുണ്ട്. ഇതിൽ 170 പേരെ മാത്രമാണ് നിയമിച്ചത്, 536 പേർ താൽക്കാലികക്കാരാണ്. സംസ്ഥാനത്തുടനീളം വിവിധ ജില്ലകളിൽ റാങ്ക് ലിസ്റ്റിൽ നിരവധി പേരുണ്ടായിട്ടും താൽക്കാലികക്കാരെ തിരികെ കയറ്റുന്നു എന്നുള്ളതാണ്. അത് സ്വകാര്യ സ്കൂളുകളെ സഹായിക്കാനാണെന്നുള്ള ഒരു ആക്ഷേപവും ഉയർത്തുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അധികൃതരുടെ കണ്ണ് തുറക്കാൻ വേണ്ടി നാളെ തിങ്കളാഴ്ച ഈ ഉദ്യോഗാർത്ഥികളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ധർണാ സമരം നടത്താനുള്ള ഒരു തീരുമാനം കൂടി അവർ എടുത്തിട്ടുണ്ട്. ജിൽസി.